ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ജൂൺ മാസം 13-ാം തീയതി. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനവും ശുഭദിനാശംസകളും നേരുന്നു. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി നാം തിരഞ്ഞെടുത്തിട്ടുള്ളത് ആവർത്തന പുസ്തകം 7-ാമത്തെ അധ്യായമാണ്. ഈ അധ്യായത്തിൽ വിഗ്രഹാരാധനയെ സംബന്ധിച്ചുള്ള ചില നിർദ്ദേശങ്ങളാണ് ദൈവം നൽകിയിട്ടുള്ളത്. വിഗ്രഹങ്ങളെ വെറുക്കുന്നവരാണ് ക്രിസ്ത്യാനികൾ പൊതുവെ, എന്നാൽ എല്ലാവരും അല്ലതാനും. സുവിശേഷ വിഹിതർ പ്രത്യേകാൽ രൂപങ്ങളും പടങ്ങളും അവർ ആരാധനയ്ക്കായിട്ട് ഉപയോഗിക്കാറില്ല. അരൂപിയായ ദൈവത്തിന് രൂപം ഉണ്ടാക്കരുതെന്ന ഉപദേശം അവർക്കറിയാം. അതുകൊണ്ട് തന്നെ അവർ അക്കാര്യത്തിൽ ദൈവകൽപ്പനയെ അനുസരിക്കുന്നവരാണ്. അവർ രൂപങ്ങളൊന്നും ഉണ്ടാക്കാറില്ല, പടങ്ങൾ പോലും ഉപയോഗിക്കാറില്ല. എന്നാൽ അങ്ങനെ രൂപങ്ങളും പടങ്ങളും ഒക്കെ വെച്ച് ദൈവത്തെ ആരാധിക്കുന്നതായിരിക്കുന്ന ക്രിസ്തീയ മാർഗത്തിൽപ്പെട്ടവരായിരിക്കുന്ന ആളുകളുണ്ട്. അവർ ചെയ്യുന്നത് തെറ്റാണെന്നുള്ള കാര്യം ഒരുപക്ഷെ അവർക്കറിയില്ല. ബൈബിൾ വായിച്ചാൽ അവർക്ക് മനസ്സിലാകുന്നതാണ്. എന്നാൽ അതേസമയം തന്നെ വിഗ്രഹങ്ങളെ വെറുക്കുന്ന ആളുകൾ ചെയ്യുന്നതായിരിക്കുന്ന വേറെ ഒരു തെറ്റുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, വിഗ്രഹങ്ങളിൽ പൊതിഞ്ഞിരിക്കുന്ന പൊന്നിനെ അവർ മോഹിക്കാറുണ്ട്. അതെ, പൊന്ന് പൊതിഞ്ഞതോ പൊന്നിനാൽ ഉണ്ടാക്കപ്പെട്ടതോ ആയിരിക്കുന്ന വിഗ്രഹങ്ങളെ അവർക്ക് ഏതെങ്കിലും വിധത്തിൽ കിട്ടിയാൽ അവരത് നശിപ്പിക്കാറില്ല. അവരതിനെ പൊന്ന് വിലയുള്ളതായതുകൊണ്ട് സ്വർണ്ണ വിഗ്രഹം വിലയേറിയതായതുകൊണ്ട് അവരതിനെ ആരാധിച്ചില്ലെങ്കിലും അവരതിനെ സൂക്ഷിച്ചു വെക്കാറുണ്ട്, അല്ലെങ്കിൽ അവരത് വിറ്റ് കാശാക്കാറുണ്ട്. എന്നാൽ ദൈവകൽപ്പന ഇക്കാര്യത്തിൽ വളരെ വ്യക്തമാണ്. അങ്ങനെയുള്ള വിഗ്രഹങ്ങളെ തീയിലിട്ട് ചുട്ടുകളയണമെന്നാണ് ദൈവം ഇസ്രായേലിനോട് പറഞ്ഞത്. അല്ലാത്ത പക്ഷം ആ വിഗ്രഹങ്ങളെ വശീകരണ മാധ്യമങ്ങളായിട്ട് പിൽക്കാലത്ത് തീരുവാൻ സാധ്യതയുണ്ട്. വിഗ്രഹാരാധന അത്യന്തം ഹീനമായ ഒരു പാപമാണ്. 4-ാം തലമുറ വരെ ശപിക്കപ്പെടുന്ന ഒരു പാപമായിട്ടാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. വിഗ്രഹാരാധന വിലക്കിക്കൊണ്ട് പറയുമ്പോഴാണ് പറയുന്നത്, എന്നെ വെറുക്കുന്നവരുടെ 1000 തലമുറ. ദൈവത്തെ വെറുക്കുന്നവരാരാണ്? ദൈവത്തെ ഉണ്ടാക്കുന്നവരാണ് ദൈവത്തെ വെറുക്കുന്നവർ. ദൈവം മനുഷ്യനെ ഉണ്ടാക്കി, മനുഷ്യൻ തിരിഞ്ഞ് ദൈവത്തെ ഉണ്ടാക്കുന്നു. എന്തൊരു ഭയങ്കര പാപമാണ്. അവർ പറയും, ഞങ്ങൾ ദൈവത്തെ ഉണ്ടാക്കുന്നില്ല, ദൈവത്തിൻ്റെ രൂപത്തെയല്ലേ ഉണ്ടാക്കുന്നുള്ളൂ. ശരി തന്നെ, വാദം പക്ഷേ പ്രസക്തമല്ല. കാരണം നിങ്ങൾ യാതൊരു രൂപം ഉണ്ടാക്കരുത് എന്നാണല്ലോ കൽപ്പന. അപ്പോൾ പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ദൈവത്തിൻ്റെ രൂപം ഉണ്ടാക്കുന്നത്? തെറ്റായിരിക്കുന്ന കാര്യമാണ്. എന്നാൽ ഈ പൊന്നിൻ്റെ സ്വാധീനം തെറ്റായ പലതിനെയും ന്യായീകരിക്കുവാൻ ആളുകളെ പ്രേരിപ്പിക്കുന്നു. പക്ഷേ അത് തെറ്റാണ്. ദൈവം വിലക്കിയതൊക്കെയും വിലക്കപ്പെട്ടതാണ്. ഇസ്രായേൽ ജനം കനാൻ നാട്ടിൽ ചെന്ന് ദേശം പിടിച്ചെടുക്കപ്പെടുന്നതായിരിക്കുന്ന ദേശത്ത് അവർ ജാതികൾ ആരാധിച്ചുകൊണ്ടിരുന്നതായിരിക്കുന്ന സ്വർണ്ണ വെള്ളി കൊണ്ടൊക്കെയുള്ള ദേവന്മാരെ കണ്ടുകിട്ടിയാൽ അതിലെ പൊന്നും വെള്ളിയും എടുത്തിട്ട് ബാക്കിയുള്ള നശിപ്പിച്ച് കളയണമെന്നല്ല പറഞ്ഞിട്ടുള്ളത്. പിന്നെ ദൈവം കൽപ്പിച്ചത് എന്താണ്? നിങ്ങൾ ആ വിഗ്രഹങ്ങളെ തീയിലിട്ട് ചുട്ട് നശിപ്പിച്ച് കളയണമെന്നാണ്. അതിലെ പൊന്ന് ഒരിക്കലും മോഹിക്കാനായിട്ട് പാടില്ല. വിഗ്രഹത്തിലെ പൊന്ന് നമുക്കിതിലെ മോഹിക്കുന്നത് അത് പാടില്ല. അനേക ദേവന്മാരുടെയും ദേവിമാരുടെയും വിഗ്രഹങ്ങൾ ഇസ്രായേലിൻ്റെ കയ്യിൽ വന്നു ചേർന്നിട്ടുണ്ട്. ഭക്തരായിരിക്കുന്ന ഇസ്രായേൽ മക്കൾ അതിലെ സ്വർണവും തങ്കവും എന്തുകൊണ്ടുണ്ടാക്കിയതായാലും ശരി, ആ വിഗ്രഹങ്ങളെ അവരെ തല്ലിപ്പൊട്ടിച്ച് അവരെ ചുട്ട് പൊടിയാക്കി വെള്ളത്തിലൊഴുക്കി കളഞ്ഞു. അങ്ങനെയാണ് ദൈവം കൽപ്പിച്ചത്. എന്നാൽ വിലയുള്ള സ്വർണവും വെള്ളിയും അങ്ങനെ നശിപ്പിച്ച് കളയുവാൻ മനസ്സില്ലാത്ത ഇസ്രായേൽ മക്കൾ എക്കാലത്തും ഉണ്ടായിരുന്നു. ഇന്നത്തെ തലമുറയിലും അങ്ങനെയാണ്. വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരില്ലെങ്കിലും അവരുടെ വീട്ടിലോ അവരെ പറമ്പിലോ എഴുതുന്നെങ്കിലും അവർക്കൊരു വിഗ്രഹം കിട്ടിയാൽ അത് സ്വർണ്ണ വിഗ്രഹമാണെന്ന് കണ്ടാൽ അവർ വളരെ സൂക്ഷിച്ച് അത് സൂക്ഷിക്കും. അത് വിറ്റ് കാശാക്കാനായിട്ട് നോക്കും, അല്ലെ അതിലെ സ്വർണ്ണം ഉരുക്കി സ്വർണ്ണമായിട്ട് വിൽക്കും. പക്ഷേ ദൈവം പറയുന്നത് അത് ചെയ്യാൻ പാടില്ലെന്നാണ്. അത് ചെയ്യാൻ പാടില്ല. കാരണം അത് ദൈവത്തിൻ്റെ രൂപം ഉണ്ടാക്കി അതിന്മേൽ പൊതിഞ്ഞതായിരിക്കുന്ന വസ്തുക്കളാണ്. അപ്പോൾ അത് നമുക്ക് ഉപയോഗിക്കേണ്ട. കർത്താവ് ഇങ്ങനെ ഒരിക്കൽ ചോദിച്ചു, വിഗ്രഹം വെറുക്കുന്നത് നീ ദൈവാലയം കവർ ചെയ്യുകയെന്നോ? ഈ വിഗ്രഹം വെറുക്കുന്നതായിരിക്കുന്ന ആളുകളെ വിഗ്രഹാരാധനയില്ല, ഈ ഭയങ്കര വെറുപ്പാണ്. പക്ഷേ എന്താണ്? ദൈവാലയം കവർ ചെയ്യും. ദൈവാലയത്തിലിടുന്ന പണം വിഗ്രഹങ്ങൾക്ക് വേണ്ടി ഇടുന്നതാണ്. ആളുകൾ കൊണ്ടുവന്ന് വിഗ്രഹപൂജയ്ക്ക് വേണ്ടി അർപ്പിക്കുന്നതാണ്. അപ്പോൾ അവൻ പറയും, ഞാൻ വിഗ്രഹത്തെ ആരാധിക്കുകയില്ല, പക്ഷേ വിഗ്രഹാരാധനയുടെ ഭാഗമായി നൽകപ്പെട്ടതായിരിക്കുന്ന പണം ഞാൻ മോഷ്ടിച്ചെടുക്കും. ചോദിച്ചു, അങ്ങനെ എങ്ങനെയാണ് നിങ്ങൾ ചെയ്യാൻ സാധിക്കുന്നത്? വിഗ്രഹത്തെ വെറുക്കുന്നത് നിങ്ങൾക്ക് ദൈവാലയത്തെ മോഷ്ടിക്കാനോ ചൂഷണം ചെയ്യാനോ സാധിക്കും? ഒരിക്കലും അങ്ങനെയില്ല. നമുക്ക് ഒരിക്കലും അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല. നമ്മുടെ പ്രമാണം എന്താണ്? ദൈവം വെറുക്കുന്നതിനെ നാമും വെറുക്കണം. അതാണ് നമ്മുടെ പ്രമാണം. ദൈവം വെറുക്കുന്നതിനെ നാമും വെറുക്കണം. ദൈവം വെറുക്കുന്നതിനെ നാം വെറുക്കാൻ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ശരിയായിരിക്കുന്ന നിലയിൽ ദൈവത്തെ ആരാധിക്കുവാനായിട്ട് കഴിയൂ. ദൈവം വെറുക്കുന്നതിനെ സ്നേഹിക്കുന്ന നാം ദൈവത്തെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുമ്പോൾ ദൈവം എങ്ങനെയാണ് അത് സ്വീകരിക്കുന്നത്? ദൈവം പറയും, നിൻ്റെ ഹൃദയം നിറയെ ഞാൻ വെറുക്കുന്ന സാധനങ്ങളാണ്, പിന്നെ നീ എൻ്റെ വാഗുകൊണ്ട് തന്നെ എനിക്ക് സ്തോത്രം പറഞ്ഞാൽ ഞാൻ എങ്ങനെ സ്വീകരിക്കും? എൻ്റെ പ്രിയമുള്ളവരെ സ്വീകരിക്കില്ല. അതുകൊണ്ട് ദൈവം വെറുക്കുന്നതായിരിക്കുന്ന വസ്തുക്കളെ നാം വെറുക്കണം. അത് സ്വർണ്ണമാകട്ടെ വെള്ളിയാകട്ടെ എന്തുമാകട്ടെ നാം അതിനെ വെറുക്കണം. അതെൻ്റെ മുതൽക്കൂട്ട് നമുക്ക് വേണ്ട എന്ന് വെക്കണം. വേറെ ചില ആളുകൾ അത് ആരാധിക്കുന്ന ആളുകൾക്ക് കൊടുക്കും. എന്നിട്ട് പറയും, നിങ്ങൾ കൊണ്ട് ആരാധിച്ചോളം പറയാം. എങ്ങനെയാണ് നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കുന്നത്? തെറ്റായിരിക്കുന്ന ഒരു കാര്യം ചെയ്യാനായിട്ട് ആളുകളെ പ്രേരിപ്പിക്കാം. അതിനെ നശിപ്പിച്ച് കളയണമെന്നാണ്.
അതിനെ നശിപ്പിച്ച് കളയണം. ദൈവം വെറുക്കുന്നതിനെ നാം വെറുക്കുകയും ആ വസ്തുക്കളെ നാം നശിപ്പിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. എങ്കിൽ മാത്രമേ നമ്മൾ സത്യസന്ധമായിട്ട് ദൈവത്തെ ആരാധിക്കുന്നവരാണെന്ന് പറയാനായിട്ട് സാധിക്കൂ. നമ്മുടെ തലമുറകളെ ദൈവം അനുഗ്രഹിക്കണമെങ്കിൽ ദൈവം വെറുക്കുന്നതായിരിക്കുന്ന വിഗ്രഹങ്ങളെയും വിഗ്രഹാരാധനയും നാം വെറുക്കണം. അങ്ങനെ നാം വെറുത്താൽ നമ്മുടെ 1000 തലമുറ വരെ അനുഗ്രഹിക്കപ്പെടുമെന്നാണ് കർത്താവ് പറഞ്ഞിട്ടുള്ളത്. അതെ, അതുകൊണ്ട് നാം പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന എന്താണ്? ദൈവത്തോട് പറയേണ്ടത്, ദൈവമേ, കർത്താവേ, അവിടുന്ന് വെറുക്കുന്നതിനെയൊക്കെ വെറുക്കുവാൻ അവിടുന്ന് എനിക്ക് കൃപ നൽകണമേ. എത്ര മൂല്യമുള്ളതായാലും, അതെത്ര സ്വർണം കൊണ്ടുണ്ടാക്കിയതായാലും, തങ്കം കൊണ്ടുണ്ടാക്കിയതായാലും, വെള്ളി കൊണ്ടുണ്ടാക്കിയതായാലും, അതെ, അവിടുന്ന് വെറുക്കുന്ന ഒരു വിഗ്രഹത്തെ, അതിൻ്റെ മുതൽ എനിക്ക് വേണ്ട. അതിനെ ഞാൻ നശിപ്പിച്ച് കളയും, അത് ഉപയോഗശൂന്യമാക്കി കളയും, അതിനെ ചുട്ട് പൊടിയാക്കി വെള്ളത്തിൽ കലക്കിക്കളയും. അങ്ങനെയാണ് നാം ചെയ്യേണ്ടത്. ദൈവം നമ്മുടെ ഹൃദയങ്ങളെയാണ് നോക്കുന്നത്. ഹൃദയം കൊണ്ട് വെള്ളിയും സ്വർണ്ണത്തെയും അത് വിഗ്രഹത്തെയും സ്വർണ്ണം പൂശിയ വിഗ്രഹങ്ങളെയും സ്നേഹിക്കുകയും, വായ് കൊണ്ട് ദൈവമേ നീ സത്യവാനാണ്, നീ നിത്യനാണ്, ഏകനാണ്, അരൂപിയാണ് എന്നൊക്കെ നമ്മൾ പറയുകയും ചെയ്താൽ ദൈവം പറയും, അത് യാതൊരു വിലയും ഇല്ലാത്തതായിരിക്കുന്ന ചൊല്ലുകൾ മാത്രമാണ്, യാതൊരു അർത്ഥശൂന്യമായ ചൊല്ലുകളാണ്. കാരണം നിൻ്റെ ഹൃദയം കൊണ്ട് നീ അതിനെ സ്നേഹിക്കുന്നു, നിൻ്റെ നാവ് കൊണ്ട് നീ സ്നേഹിക്കുന്നില്ലെന്ന് പറയുന്നു. അത് ശരിയല്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമുക്കും ദൈവം വെറുക്കുന്നതായിരിക്കുന്ന വിഗ്രഹാരാധനയെ നമുക്ക് അങ്ങേയറ്റം വെറുക്കാം. വിഗ്രഹാരാധനയെ വെറുക്കുമ്പോൾ വിഗ്രഹങ്ങളെ നാം ഉണ്ടാക്കുന്നില്ലെന്ന് മാത്രമല്ല, ഒരു വിഗ്രഹം നമ്മുടെ കൈവശം വന്നാൽ അത് എത്ര വലിയ സ്വർണം കൊണ്ടും തങ്കം കൊണ്ടും ഉണ്ടാക്കിയതാണെങ്കിലും അതെനിക്ക് വേണ്ട, അതിൻ്റെ ലാഭം എനിക്ക് വേണ്ട, അതിൻ്റെ സ്വർണ്ണം എനിക്ക് വേണ്ട, അത് വേറെ ആരും ആരാധിക്കുവാനും ഞാൻ സമ്മതിക്കുകയില്ല എന്ന് പറഞ്ഞതിനെ നശിപ്പിച്ച് കളയുന്ന ആളുകളായിട്ടാണ് നാം ഇരിക്കേണ്ടത്. അങ്ങനെ ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്നവരായി തീരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ.